ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 8ാം ഘട്ടം നാളെ. അവസാനം ജാതി കാർഡ് കളിച്ച് മോദി ഉപയോഗിക്കുന്നത് അദാനിയുടെ പണമെന്ന് രാഹുൽ. കുമാർ ബിശ്വാസിനോട് നാടുവിടാൻ പോലീസ്. സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 8ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സീമാന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 64 മണ്ഡലങ്ങളിൽ. രാഹുൽ ഗാന്ധി, റാബ്രി ദേവി, വരുൺ ഗാന്ധി, ബസുദേവ് ആചാര്യ തുടങ്ങിയവർ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ജാതി കാർഡുമായി നരേന്ദ്രമോദി. ജാതി പറഞ്ഞ് വോട്ട് തേടുന്നത് ജാതി രാഷ്ട്രീയത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ. മോദിയുടേത് തരംതാണ രാഷ്ട്രീയമെന്ന് പ്രിയങ്ക ഗാന്ധി. ആരോപണത്തിന് കാരണം താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടെന്ന് മോദിയുടെ മറുപടി. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശം. അദാനി ഗ്രൂപ്പിന്റെ പണമാണ് മോദി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. അദാനി ഗ്രൂപ്പ് മോദിക്ക് പണം നൽകുന്നത് പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുത്ത് നൽകിയതിന്റെ പാരിതോഷികമായി. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതിലാണ് SP BSP കക്ഷികൾക്ക് താൽപര്യമെന്നും വിമർശം. അമേഠിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുമാർ ബിശ്വാസിന്റെ കുടുംബത്തിനോട് മണ്ഡലം വിടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. സ്ഥലം വിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണി. നിർദ്ദേശം പരസ്യപ്രചാരണം അവസാനിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 8ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 7 സംസ്ഥാനങ്ങളിലായി 64 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സീമാന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. രാഹുൽ ഗാന്ധി, വരുൺ ഗാന്ധി, റാബ്രി ദേവി, ബസുദേവ് ആചാര്യ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. BJPക്കും കോൺഗ്രസിനും പുറമെ സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രാദേശിക കക്ഷികൾക്കും ഇടതു പാർട്ടികൾക്കും ഏറെ നിർണായകമാണ് 8ാം ഘട്ട വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി സ്വന്തം ജാതി പറഞ്ഞ് വോട്ട് തേടുന്നു. ജാതി രാഷ്ട്രീയത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് മോദി തന്ത്രം മാറ്റുന്നത്. മോദിയുടേത് തരംതാണ രാഷ്ട്രീയമെന്ന് പ്രിയങ്കയുടെ ആരോപണത്തിന് താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളെന്നായിരുന്നു മോദിയുടെ ട്വിറ്ററിലൂടെയുള്ള പ്രതികരണം. പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ സ്വന്തം ജാതിയെ കൂട്ടുപിടിക്കുന്നത് മോദിയുടെ മറ്റൊരു പ്രീണനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേഠിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ മോദി ശക്തമായ വിമർശനം നടത്തിയിരുന്നു. തന്റെ കുടുംബത്തെ പരിഹസിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രചരണം തരംതാണ രാഷ്ട്രീയമാണെന്ന് പ്രിയങ്ക തുറന്നടിച്ചു. എന്നാൽ താൻ താഴ്ന്ന ജാതിയിലാണ് പിറന്നത്, അതുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയത്തെ തരംതാണതായി പരിഹസിക്കുന്നത് എന്ന് മോദി ട്വീറ്റ് ചെയ്തതോടെ പ്രിയങ്ക മോദി വാക്പോര് ജാതി രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. അതേ തരംതാണ രാഷ്ട്രീയം രാജ്യത്തെ 60 വർഷത്തെ രാഷ്ട്രീയ അപജയത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും മോദി ട്വീറ്റ് ചെയ്തു. മോദിക്ക് പിന്തുണയുമായി മറ്റ് BJP നേതാക്കളും രംഗത്തെത്തി. അതേസമയം പ്രിയങ്കയെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ RJD നേതാവ് ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി. BJPയുടെ രാഷ്ട്രീയം വർഗീയതയിൽ അധിഷ്ഠിതമാണെന്നും അതിന് മേൽജാതി കീഴ്ജാതി വ്യത്യാസമില്ലെന്നുമാണ് ലാലുവിന്റെ പ്രതികരണം. हिंदुत्व का नारा दो, भगवान का फोटो दिखाओ अपने साथ में. बिल्कुल ये तो नॉन लोग है, कोई नई चीज थोड़ी है लोगों के लिए. വരും ദിവസങ്ങളിൽ മോദി തുറന്നുവിട്ട ജാതി രാഷ്ട്രീയവും സജീവ ചർച്ചയാകുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അമേഠിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുമാർ ബിശ്വാസിന്റെ കുടുംബത്തിനോട് മണ്ഡലം വിടാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. വിട്ടുപോയില്ലെങ്കിൽ കുടുംബത്തെ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണി. പരസ്യപ്രചാരണം അവസാനിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് മണ്ഡലം വിടാൻ ഉത്തരവിട്ടതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിനോടും ഇതേ കാർക്കശ്യം പുലർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകുമോ എന്ന് കുമാർ ബിശ്വാസ് ചോദിച്ചു. ഇന്ന് രാത്രി 11 മണിയോടുകൂടി കുമാർ ബിശ്വാസിന്റെ ഭാര്യയും മക്കളും മണ്ഡലം വിടണമെന്നാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ അധികൃതരുടെ ഉത്തരവ്. തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്തുന്നതിന്റെ ഭാഗമായി അമേഠിയിലെ വോട്ടർമാരല്ലാത്ത പാർട്ടി അനുയായികളെ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ ഭാഗമായാണ് AAP സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിനും ഉത്തരവ് നൽകിയത്. ഇന്ന് രാവിലെ കുമാർ ബിശ്വാസിന്റെ വസതിക്ക് മുന്നിൽ മൈക്കിൽ വിളിച്ചു പറഞ്ഞാണ് പോലീസ് ഉത്തരവ് നൽകിയത്. അദ്ദേഹത്തിന്റെ അനുയായികളായി മണ്ഡലത്തിൽ തങ്ങിയവരുടെ ലിസ്റ്റ് നൽകാനും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതേ കാർക്കശ്യം പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിനോടും വെച്ചു പുലർത്താനാകുമോ എന്നായിരുന്നു കുമാർ ബിശ്വാസിന്റെ പ്രതികരണം. സംഭവത്തിനെതിരെ AAP അനുയായികൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. അതേസമയം ഇക്കാര്യം ആവശ്യപ്പെടാൻ ജില്ലാ ഭരണകൂടത്തിന് അധികാരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കുമാർ ബിശ്വാസിന് പുറമെ BJPയുടെ സ്മൃതി ഇറാനിയാണ് മണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശം. അദാനി ഗ്രൂപ്പിന്റെ പണമാണ് മോദി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു.
മോദി നൽകിയ വഴിവിട്ട സഹായങ്ങൾക്ക് പകരമായാണ് അദാനി ഗ്രൂപ്പ് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സ്പോൺസർ ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുത്ത് നൽകിയതിന്റെ പാരിതോഷികമായാണ് അദാനി ഗ്രൂപ്പ് മോദിക്ക് പണം നൽകുന്നത്. അദാനിയുടെ വിമാനത്തിലാണ് മോദി പ്രചാരണത്തിന് പോകുന്നതെന്നും രാഹുൽ പറഞ്ഞു. SP, BSP പാർട്ടികൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതിൽ മാത്രമാണ് ഈ കക്ഷികൾക്ക് താൽപര്യം. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇവർ അവഗണിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഗുജറാത്തിലെ ഗ്രാമങ്ങളെ തീരെഴുതിയതുപോലെ വാരണാസിയെയും ഇന്ത്യയെയും മോദി തീരെഴുതി വിൽക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. കുത്തകകളുടെ ചെലവിലാണ് മോദി പ്രചാരണം നടത്തുന്നത്. വാരണാസിയിൽ റിലയൻസിന്റെ 30-ലധികം മുതിർന്ന ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എത്തിയിട്ടുണ്ടെന്നും അവർ ആരെ ജയിപ്പിക്കാനും ആരെ തോൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് തിരിച്ചറിയണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഗുജറാത്തിലെ കർഷകർക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചോദിക്കുന്നത്. നരേന്ദ്രമോദിക്ക് വേണ്ടി കുത്തകകൾ വാരിയെറിയുന്ന പണവും സൗകര്യവും പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്നാണ് തിരിച്ചുപിടിക്കുകയെന്ന് റാലികളിൽ കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി. കുത്തകകളുടെ പണം ഉപയോഗിച്ചാണ് BJP മോദിയെ വികസന നായകനായി ചിത്രീകരിക്കുന്നത്. 5000 കോടി ഇതിനകം ഇവർ മോദിക്ക് വേണ്ടി ചിലവാക്കിയെങ്കിൽ അത് വെറുതെ നൽകിയതല്ലെന്ന് ഇന്ത്യക്കാർ ഓർക്കണം. ഈ കണക്കുകൾ പൊതുജനത്തിനു മുമ്പാകെ രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ടാണ് തന്നെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതെന്നും കേജ്രിവാൾ പറഞ്ഞു. 5,000 करोड़ रुपया खर्च कर रहे हैं नरेंद्र मोदी जी. 5,000 करोड़ रुपया कौन दे रहा है? 5,000 करोड़ रुपया नरेंद्र मोदी जी को कहां से आ रहा है ये पैसा? ചായക്കച്ചവടം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ സഞ്ചാരം ഹെലികോപ്റ്ററിൽ ആണെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ തന്റെ സഞ്ചാരം ഇപ്പോഴും പഴയ മാരുതി കാറിലാണ്. മോദിയെ ഇത്രയ്ക്കു സമ്പന്നനാക്കുന്ന ആ ചായക്കച്ചവടം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്നും കേജ്രിവാൾ പറഞ്ഞു. അവസാന ഘട്ടത്തിൽ മികച്ച പോരാട്ടം പുറത്തെടുത്ത് ആം ആദ്മി കോൺഗ്രസിനേക്കാൾ മുന്നോട്ട് കയറുന്നുണ്ടെങ്കിലും പത്രിക സമർപ്പിച്ചതിനു ശേഷം ഇതുവരെ മോദി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയിട്ടില്ല. ഇതും വാരണസിയിൽ കേജ്രിവാൾ ആയുധമാക്കുന്നു. ഗുജറാത്തിലെ കർഷകന്റെ സ്ഥലം മീറ്ററിന് 1 രൂപ വെച്ച നിരക്കിലാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തതെങ്കിൽ വാരണസിയിലെ കർഷകനും അതേ ഗതി തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വാരണസിയിലെ ബറേമിയിൽ നിന്നും ക്യാമറാമാൻ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം റഷീദുദ്ദീൻ. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ വ്യവസായ സംരംഭങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാൺപൂരിൽ വ്യവസായ നഗരിയിലെ സംരംഭകർ. നികുതി കുറച്ചും വെള്ളവും വൈദ്യുതിയും ഉറപ്പാക്കിയും സർക്കാർ വ്യവസായ സൗഹൃദ സമീപനം സ്വീകരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വസ്ത്രനിർമ്മാണം, തുകൽ വ്യവസായം തുടങ്ങി നിരവധി വ്യവസായ സംരംഭങ്ങളുടെ കേന്ദ്രഭൂമിയായിരുന്നു കാൺപൂർ. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വിവിധ ഫാക്ടറികളിലായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വൈദ്യുതി വിതരണത്തിലെ താളപ്പിഴകളും ഉയർന്ന ഉൽപാദന ചെലവും കാരണം കാൺപൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടി. ചില സ്ഥാപനങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നു. പുതിയ സർക്കാർ വന്നാൽ കാൺപൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുമെന്നാണ് സംരംഭകരുടെ പ്രതീക്ഷ. उनको बुला के हमारे यहाँ व्यापार कराते हैं, हमको अपना दुश्मन मानते हैं, जिसकी वजह से हम हाथ पे हाथ धरे बैठे हुए हैं. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതാണ് ടെക്സ്റ്റൈൽസ്, തുകൽ വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കാൺപൂരിൽ നികുതി ഭാരവും കൂടുതലാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുതിയ സർക്കാർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് കാൺപൂർ വ്യവസായ നഗരത്തിലെ സംരംഭകർ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പോളിംഗ് തുടരുന്നു. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി നാളെ രാവിലെ 10:30 വിധി പറയും. ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. കേരളം പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് വിധി. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ചും ജലനിരപ്പ് സംബന്ധിച്ചും തീരുമാനമുണ്ടാകും. നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 2013 ഓഗസ്റ്റിലാണ് മുല്ലപ്പെരിയാർ കേസിലെ വാദം അവസാനിച്ചത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദങ്ങൾ എഴുതി വാങ്ങുകയും ചെയ്തു. മുൻ ജസ്റ്റിസ് AS ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി റിപ്പോർട്ടും പരിഗണിച്ചാവും സുപ്രധാന വിധിയുണ്ടാവുക. 2006 കേരള നിയമസഭ ഡാം സുരക്ഷാ നിയമം പാസാക്കിയതിനെതിരെ തമിഴ്നാട് സർക്കാർ ഹർജി നൽകുകയായിരുന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാക്കി നിജപ്പെടുത്തരുതെന്നും 142 അടിയാക്കി ഉയർത്തണമെന്നുമുള്ള തമിഴ്നാടിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെ ശക്തമായി കേരളം എതിർത്തു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് പുതിയ അണക്കെട്ട് വേണമെന്നാണ് കേരളത്തിന്റെ വാദം. എന്നാൽ നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും അതിനാൽ അണക്കെട്ട് വേണ്ടെന്നുമാണ് തമിഴ്നാടിന്റെ നിലപാട്. ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് പുതിയ അണക്കെട്ടാകാമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി റിപ്പോർട്ടും പറയുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ HL ദത്തു, CK പ്രസാദ്, മദൻ B ലോക്കൂർ, MF ഇക്ബാൽ എന്നിവരാണ് മറ്റംഗങ്ങൾ. മീഡിയ 1, ഡൽഹി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഇളവ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നൽകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ഇളവ് ബാധകമായിരിക്കും.
മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ അവകാശത്തിന്റെ പരിധിയിൽ വരും. വിദ്യാഭ്യാസ അവകാശ നിയമം നിയമപരമാണെന്ന 2012 സുപ്രീം കോടതി വിധി നിലനിർത്തിക്കൊണ്ടുള്ള വിധിയിലാണ് സുപ്രധാന ഉത്തരവുണ്ടായിരിക്കുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി നൽകുന്ന അവകാശങ്ങളുണ്ട്. അതിൻ പ്രകാരം സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകാനാവില്ലെന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ വാദിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 25% സംവരണം നൽകേണ്ടതില്ലെന്ന ഇളവ് എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. എന്നാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇളവുകളില്ല. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വിധി ബാധിക്കാനിടയുണ്ട്. അതേസമയം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യണമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും തീരുമാനമെടുക്കാം. ഇത് വിദ്യാർത്ഥിയുടെ മൗലിക അവകാശമാണ്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നുള്ള നിയമം ഭരണഘടനാ ലംഘനമാണ്. കന്നഡ ഭാഷ നിർബന്ധമാക്കിയ കർണാടക സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കുന്നതല്ലെന്നും സുപ്രീം കോടതി. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് യുവതിയെ നിരീക്ഷിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് യുവതിയും പിതാവും സുപ്രീം കോടതിയെ സമീപിച്ചു. അന്വേഷണം നടത്തുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കേന്ദ്രത്തോടും ഗുജറാത്ത് സർക്കാരിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. 2009 മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് യുവതിയെ നിരീക്ഷിച്ചുവെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ ഒരുങ്ങുകയാണ്. ഏതെങ്കിലും ജഡ്ജിയെ കൊണ്ട് സംഭവം അന്വേഷിപ്പിക്കാനാണ് ചർച്ചകൾ നടന്നത്. ആരോപണം വന്നയുടനെ ഗുജറാത്ത് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ അച്ഛൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാർ പുതിയ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതിനെ തടയണമെന്നാണ് ഹർജിയിൽ ആവശ്യം. തങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റമായതിനാൽ ഇത്തരം അന്വേഷണങ്ങൾ അംഗീകരിക്കാനാവില്ല. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഗുജറാത്ത് സർക്കാരിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകണം. കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബത്തിലെ എല്ലാവരെയും സംരക്ഷിക്കണമെന്നും കോടതി. സർക്കാരിന്റെ അവസാന സമയത്ത് ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷനെ വെക്കുന്നതിന് NCPയെ പോലുള്ള സഖ്യകക്ഷികൾ എതിർത്തിരുന്നു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചുനിന്ന കോൺഗ്രസ് രാഷ്ട്രപതിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഉപദേശം തേടിയിരുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്ന വിഷയമായതിനാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. മീഡിയ 1, ഡൽഹി. രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി IPL മുൻ ചെയർമാൻ ലളിത് മോദിയെ തെരഞ്ഞെടുത്തു. കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ജയ്പൂർ കോടതിയിലാണ് പ്രഖ്യാപിച്ചത്. അതേസമയം സാമ്പത്തിക തിരിമറി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദിക്ക് വിലക്കേർപ്പെടുത്തിയിരുന്ന BCCI രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 19 വിരമിച്ച 2 സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. 33 അംഗ അസോസിയേഷനിൽ മോദിക്ക് 25 വോട്ട് ലഭിച്ചു. എന്നാൽ IPL ചെയർമാനായിരിക്കെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട മോദിക്ക് BCCI ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയിരുന്നു. മോദി മത്സരിക്കുന്നതിനെതിരെ BCCI സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തെരഞ്ഞെടുപ്പിന് അനുമതി നൽകി. എന്നാൽ അസോസിയേഷനെതിരെ BCCI നടപടികൾക്ക് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. ലളിത് മോദിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനെ സസ്പെൻഡ് ചെയ്തതായി BCCI പ്രഖ്യാപിച്ചു. മോദിയെ സ്ഥാനമേറ്റെടുക്കാൻ അനുവദിച്ചാൽ അസോസിയേഷനെതിരെ കൂടുതൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും BCCI മുന്നറിയിപ്പ് നൽകി. രാജസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നാണ് BCCIയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.